ഇന്ത്യ മുന്നണിയും അതുപോലെ ആയി വരുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദേശീയ തലത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെയുള്ള വിമർശനം തിരിച്ചുള്ള കമന്റിലൊക്കെ ഇന്നിപ്പോൾ VM സുധീരൻ പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകരുടെ അന്തസ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയിലൂടെ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതായത് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും മുതിർന്ന നേതാക്കളിൽ നിന്നൊക്കെ അക്കാര്യത്തിലൊരു പിന്തുണ കൂടി വരുന്നുണ്ടോ? അല്ല, അത് ഞാൻ സംസാരിക്കുമ്പോൾ കോൺഗ്രസിനെ റെപ്രസെൻ്റ് ചെയ്തും UDFനെ റെപ്രസെൻ്റ് ചെയ്താണ് പറയുന്നത്. അവർ ഒരു സമുദായത്തെയും ഒരു ജില്ലയെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ നമ്മൾ മിതമായ വാക്കുകളിൽ അങ്ങനെ പറയരുത്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നു, എന്ത് പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നു. അത് ദയവീത് അങ്ങ് പറയരുത് എന്ന് വിനീതമായിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ആരോടും വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഏത് തരത്തിലുള്ള വർഗീയതയെയും ഏത് തരത്തിലുള്ള വിദ്വേഷ പ്രചരണത്തെയും UDF ഒറ്റക്കെട്ടായി നിന്ന് എതിർത്ത് തോൽപ്പിക്കും. കോംപ്രമൈസ് ഇല്ല. ആരുമായിട്ടും അത്തരം കാര്യങ്ങൾ പറയുന്ന ആരുമായിട്ടും കോംപ്രമൈസ് ഇല്ല. ഇതിൻ്റെ പുറകിൽ CPM ഉണ്ട് ഇതിൻ്റെ പുറകിൽ. പക്ഷേ CPM ഒരു കാര്യം ആലോചിക്കേണ്ടത്, മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രസക്തി എന്താണ് എന്ന് തിരിച്ചറിയണം. മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരമുണ്ട്. മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന എല്ലാ ശക്തികളെയും പ്രോത്സാഹിപ്പിച്ചുള്ള CPM ആണ്. INL വന്നപ്പോൾ INL പ്രോത്സാഹിപ്പിച്ചു, മുസ്ലിം ലീഗ് പോരാ എന്നാണ് പറഞ്ഞത് അല്ലേ. NDF വന്നു, പോപ്പുലർ ഫ്രണ്ട് വന്നു, മതരാഷ്ട്രവാദം ആദ്യകാലം പറഞ്ഞ ചില ആളുകൾ വന്നു. അവരെയൊക്കെ CPM കൂട്ടി നിർത്തി. അതായത് ലീഗ് മൃദുത്വമാണ്, ലീഗിന് തീവ്രവാദം ഇല്ല എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് പുറത്തു വരികയും പുറത്തുനിന്ന് ലീഗിനെ എതിർക്കുകയും ചെയ്ത എല്ലാ ശക്തികളെയും കൂട്ടിപ്പിടിച്ചവരാണ് CPM. ലീഗ് കേരളത്തിൽ മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് ബാബറി മസ്ജിദ് തകർന്നപ്പോഴും അറിയാം. അന്ന് ശിഹാബ് തങ്ങൾ ചെയ്തതുപോലെ ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ മുനമ്പം വിഷയം വന്നപ്പോൾ ഇപ്പോൾ മുനമ്പത്ത് നിന്ന് BJPക്കാരെ ആട്ടി ഓടിച്ചു, മുനമ്പത്തെ സമര സമിതിക്കാർ. അപ്പോൾ തങ്ങൾ പറഞ്ഞതും മുസ്ലിം ലീഗ് പറഞ്ഞതും UDF പറഞ്ഞതും എല്ലാമായിരുന്നു ശരി എന്ന് യാഥാർത്ഥ്യമായി. അപ്പോൾ അതാണ് പ്രസക്തി. അത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്, വിദ്വേഷ എതിരായിട്ടുള്ള പോരാട്ടമാണ്. ഞങ്ങളുടെ സ്റ്റാൻഡ് സ്ട്രോങ് സ്റ്റാൻഡാണ്, കോംപ്രമൈസ് ഇല്ല. വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ ശക്തിയായി ഞങ്ങൾ ഒരുമിച്ച് നിന്ന് നിൽക്കും. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് BJP ഒരു സംഘത്തെ അയക്കുന്നുണ്ട്. UDF എങ്ങനെയൊക്കെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞങ്ങൾ അതിശക്തമായിട്ടാണ് അതിനെ നേരിടുന്നത്. ഞങ്ങൾ കുറേ നാളായി പറയുന്നു, രാജ്യത്തുടനീളം ക്രൈസ്തവർ ആക്രമിക്കപ്പെടുകയാണ്. ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു, സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ക്രിസ്മസ് കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുന്നു, പ്രാർത്ഥന കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുന്നു. നിരവധി വൈദികരും പാസ്റ്റർമാരും ജയിലില്ല. ഏറ്റവും അവസാനമാണ് നിരവധി പേരും മർദ്ദനമേറ്റു വൈദികർ. 90 വയസ്സായ ഒരു വൈദികനെ കൈ പുറകിൽ കെട്ടിവെച്ച് മർദ്ദിച്ചു. 90 വയസ്സായ വൈദികനെ. ഇപ്പോൾ 2 കന്യാസ്ത്രീമാർ ജയിലിൽ കിടക്കാണ്, ഒരു കുറ്റവും ചെയ്യാത്ത 2 പേര്. അപ്പോൾ പാർലമെൻറ്റിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഒരു ഡെലിഗേഷൻ ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ആ 2 കന്യാസ്ത്രീമാരെ പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലങ്ങളിലെ MLAമാർ ശ്രീ റോജി M. ജോണും ശ്രീ സജി ജോസഫും അവരും ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ കൂടെ ഉറച്ചു നിൽക്കും. അവിടെയെല്ലാം ഈ കുഴപ്പം മുഴുവൻ കാണിക്കുന്ന ആളുകളാണ് ഇവിടെ കേരളത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെ പോലെ വന്ന് ക്രിസ്മസിന് ഈസ്റ്ററിന് കേക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതാണ് ആ പൊള്ളത്തരമാണ് തുറന്നു കാട്ടപ്പെട്ടത്. ആ പൊള്ളത്തരം അതാണ്. നേതാവിൻ്റെ വിസിറ്റോടുകൂടി ഞങ്ങൾ പറയും പറഞ്ഞു കഴിഞ്ഞു. അതെ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് UDFൻ്റെ മീറ്റിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം വന്നത്. കോൺഗ്രസും സിൻഡിയൊക്കെ ഒറ്റക്കെട്ടായിട്ട് UDFനെ കൂടുതൽ ശക്തിപ്പെടുത്തി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം വലിയ തിരിച്ചറിവിന് വേണ്ടിയുള്ള ഒരുക്കത്തിനും അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിനുമാണ്. തീർച്ചയായിട്ടും അതൊക്കെ വിജയം കാണുന്നത്. പ്രതിപക്ഷ നേതാവ് വലിയ കോൺഫിഡൻസിലാണ്. മുസ്ലിം ലീഗിനും തങ്ങൾക്കൊക്കെ ആ കോൺഫിഡൻസ് ഉണ്ടോ? അദ്ദേഹത്തെക്കാളും ഇരട്ടി കോൺഫിഡൻസ് ആണ് അദ്ദേഹത്തെ വനവാസത്തിന് പോകാൻ ഞങ്ങൾ സമ്മതിക്കൂല. ആ പേടി പേടിക്കണ്ട. അതെ, അത് രാജ്യത്തിൻ്റെ മത സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ ഛത്തീസ്ഗഡിൽ നടക്കുന്നത്. BJPയുടെ ഈ മതേതരത്വത്തിനെതിരെയുള്ള ഇത്തരം കാര്യങ്ങൾ അതൊരിക്കലും അനുവദിക്കപ്പെടാൻ പാടില്ല.
അവിടെ പ്രത്യേകിച്ച് കന്യാസ്ത്രീകളടക്കമുള്ള അവിടുത്തെ മിഷണറി പ്രവർത്തകർക്ക് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം ആരോഗ്യ മേഖലകളിലൊക്കെ നല്ല പരിശ്രമിക്കുന്നവരാണ്. അതൊക്കെ മറന്നുകൊണ്ട് മതത്തിൻ്റെ പേരിൽ അവരെ ഇങ്ങനെ ക്രൂശിക്കുന്ന ഈ നടപടി ഒരിക്കലും തന്നെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും. ഞങ്ങളെ പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാനുണ്ട്. ഡൽഹി ഓഫീസിൻ്റെ ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡൽഹി ഓഫീസിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് മീറ്റിംഗ് പ്രിസൈഡ് ചെയ്ത തങ്ങളാണെന്ന് നോക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ഡൽഹിയിലുള്ള ആസ്ഥാനം കായിക മില്ലത്ത് സെൻറ്റർ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞു. ഏതാനും കഴിഞ്ഞ മാസം തന്നെ അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചതായിരുന്നു ഉദ്ഘാടനം. പിന്നെ കാശ്മീരിലെ ഇഷ്യൂ വന്നപ്പോൾ മാറ്റിവെച്ചതാണ്. അപ്പോൾ ഓഗസ്റ്റ് 24 അതിൻ്റെ ഉദ്ഘാടനം നടക്കും. അതിനിപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ വളരെ തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീമതി സോണിയാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളൊക്കെ അതിൽ സംബന്ധിക്കുന്നതാണ്. ഓഗസ്റ്റ്